Good morning, dear students. How are you all? So we have finished our portions. So today onwards, we're going to start the revision class. Okay. So first, we will deal with the fourth chapter, that is carbon and its compounds. So first, I have prepared some 10 questions for you all. So we will discuss these questions. First question is give the names of the following functional groups. Okay, നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരാം. ഫങ്ഷണൽ ഗ്രൂപ്പ്സിൻ്റെ നെയിം ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഒക്കെ എന്താണെന്നുള്ളത്. അപ്പം ഒ എച്ച് ഇസ് എ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് ആൽക്കഹോൾ. അപ്പോൾ ഒ എച്ച് നമുക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡൻറ്റിഫൈ എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ആൽക്കഹോൾ. Now what about COH? COH is a functional group of carboxylic acid. Like carboxylic acid. Now what about CHO? CHO അല്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതും? C double bond O H അല്ലേ? C double bond O H, അതായത് കാർബണൈൽ കാർബണും ഒരു ഹൈഡ്രജനും കൂടി വരുമ്പോൾ. So CHO is the functional group of, അപ്പം ഇങ്ങനെ CHO എന്ന് ചോദിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, C double bond O H. അങ്ങനെ ചോദിച്ചാലും എന്താണ്? Both are the functional groups of aldehyde. Now what about ketone? Ketone means it will have only a carbonyl carbon. ഒരു കാർബണൈൽ കാർബൺ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ it is a functional group of ketone. ഇപ്പോൾ ഒരു പോസിബിലിറ്റി ആണിത് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള. അതായത് നമുക്ക് ഈ ഗ്രൂപ്പ്സ് ഒക്കെ തരും, ഈ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് തരും. യു ഹാവ് ടു ഐഡൻറ്റിഫൈ what it is. Okay, if OH is given, it is a functional group of alcohol. If it is COH, it is carboxylic acid. If it is CHO or C double bond OH, it is aldehyde. And if it is C double bond only, it is ketone. Okay, so I will share the questions with you all as notes. Okay, now moving on to the second question. Second question is what is the difference in formula of any two consecutive members of a homologous series of organic compounds? അപ്പോൾ homologous series എന്തുവാന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ പറഞ്ഞു ആൽക്കെയിൻസ്, ആൽക്കീൻസ്, ആൽക്കൈൻസ്, ഇതെല്ലാം എന്താണ്? homologous series ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഈ homologous സീരീസിൻ്റെ എല്ലാം രണ്ട് കൺസിക്യൂട്ടീവ് മെമ്പേഴ്സ്. ഇപ്പം ഞാനിപ്പോൾ ആൽക്കെയിൻസിൻ്റെ മെമ്പേഴ്സിനെ ഇവിടെ എഴുതാം. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് CH4 methane, then C2H6 ethane, then C3H8 propane, C4H10 butane, C5H12 pentane. ഓക്കെ, അപ്പോൾ ഈ കൺസിക്യൂട്ടീവ് മെമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? അടുത്തടുത്ത് വരുന്ന രണ്ട് മെമ്പേഴ്സിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് എന്താണ്? വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് സീൻ ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് മെമ്പേഴ്സ് ഓഫ് എ സീരീസ്. അപ്പോൾ ഇതൊരു ഹോമോലോഗസ് സീരീസ് ആണ്, ആൽക്കെയിൻസ്. അപ്പോൾ നമുക്ക് ഡിഫറൻസ് എന്തുവാണെന്ന് നോക്കാം. കാർബണും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഹിയർ ഇറ്റ് ഇസ് C2, ഹിയർ ഇറ്റ് ഇസ് C1. സോ യു ഹാവ് എ ഡിഫറൻസ് ഓഫ് 1 carbon atom. And what about the hydrogen atoms? Here you have 6 hydrogen atoms and here you have 4. That means the difference is 2. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു CH2 ഗ്രൂപ്പിൻ്റെ ഡിഫറൻസ് ഉണ്ട്. രണ്ട് മെമ്പേഴ്സ് തമ്മിൽ, രണ്ട് കൺസിക്യൂട്ടീവ് മെമ്പേഴ്സ് തമ്മിൽ ഒരു CH2 യൂണിറ്റ് അല്ലെങ്കിൽ CH2 ഗ്രൂപ്പിന് ഡിഫറൻസ് ഉണ്ട്. നൗ സി ദ സെക്കൻഡ് മെമ്പർ ആൻഡ് തേർഡ് മെമ്പർ. വാട്ട് ഇസ് ദ ഡിഫറൻസ് ഇൻ കാർബൺ ആറ്റം? ഇറ്റ് ഇസ് 1. കാരണം C3യും C2 രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം 3 - 2 is 1. And what about hydrogen? H8 and H6. So 8 - 6 is 2. ഇവിടെയും CH2 യൂണിറ്റിൻ്റെ വ്യത്യാസമാണ്. ഇവിടെയും നോക്കിക്കേ, C3H8 and C4H10. C4 minus C3. 4 - 3 is 1. 10 - 8 is 2. അപ്പോൾ നോക്കിക്കേ, നിങ്ങൾ അങ്ങനെ ഏത് മെമ്പേഴ്സ് എടുത്ത് നോക്കിയാലും, ഏത് രണ്ട് കൺസിക്യൂട്ടീവ് മെമ്പേഴ്സ് എടുത്ത് നോക്കിയാലും യു ക്യാൻ സീ ദാറ്റ് ദർ ഇസ് എ ഡിഫറൻസ് ഓഫ് CH2. ഇതിപ്പോൾ ആൽക്കെയിൻസ് ഫാമിലിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇഫ് യു see on to alkenes family also you get the same thing. Alkenes family il namukku methinte member illa alle, we start from ethene. So it is C2H4, then C3H6, C4H8, C5H10, isn't it? Now see the difference between C2 and C2H4 and C3H6. So 3 - 2 1. Like
3 minus 2 എന്ന് പറയുന്നത് 1 ആണ്. 6 minus 4 is 2. CH2 ആണ്. ഇവിടെയും നോക്കിക്കേ C3H6 and C4H8. 4 minus 3 is 1. 8 minus 6 is 2. CH2. അപ്പോൾ രണ്ട് കൺസിക്യൂട്ടീവ് മെമ്പേഴ്സ് തമ്മിൽ ഡിഫറൻസ് ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് CH2 ആണ് കിട്ടുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാലും യു ക്യാൻ സീ ദാറ്റ് യു വിൽ ഗെറ്റ് CH2 യൂണിറ്റ്. സോ ഇത് ഇത്രയേ ഉള്ളൂ. ആൽക്കെയിൻസ്, ആൽക്കീൻസ്, ആൽക്കൈൻസ്, അതേപോലെ തന്നെ ആൽക്കഹോൾസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ രണ്ട് കൺസിക്യൂട്ടീവ് മെമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു CH2 യൂണിറ്റിൻ്റെ വ്യത്യാസമുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ അതാണ് എന്താണ് ഹോമോലോഗസ് സീരീസിലുള്ള കോമൺ ഡിഫറൻസ്. Now moving on to the next question, give a chemical test to distinguish between saturated and unsaturated hydrocarbons. So before that you should know what is saturated and what is unsaturated. നമ്മൾ already പഠിച്ചതാണ്. Saturated hydrocarbons means hydrocarbons having a single covalent bond. And what about unsaturated? Those hydrocarbons having double and triple covalent bonds. അതായത് multiple covalent bonds ഉള്ള compounds ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? നമുക്ക് യൂസ് ചെയ്യുന്ന നമ്മൾ കെമിക്കൽ ടെസ്റ്റിനകത്ത് യൂസ് ചെയ്യുന്ന റിയേജൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രോമിൻ വാട്ടർ ആണ്. Okay, you add bromine water, you can see that saturated hydrocarbons, they do not react. Saturated hydrocarbons reaction ഒന്നും തരത്തില്ല. അതേസമയം unsaturated hydrocarbons ആണെങ്കിൽ bromine വാട്ടറിൻ്റെ കളറ് ഇല്ലാണ്ടാക്കും, ഡീകളറൈസ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിനകത്ത് bromine വാട്ടർ ഒഴിച്ച് കഴിഞ്ഞാൽ there will be no change, but on to unsaturated hydrocarbons it will decolorize the bromine water. Now moving on to the fourth question, why is a reaction between methane and chlorine considered a substitution reaction? Substitution reaction നമ്മൾ already പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ വേർഡ് തന്നെ ഉണ്ട്, substitution. You are substituting one for another. ഒന്നിനെ മറ്റൊന്നുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. Now try to remember that reaction. What is the reaction? Methane reacts with chlorine, isn't it? In the presence of sunlight. Methane chlorine react ചെയ്യുന്നു സൺലൈറ്റിൻ്റെ പ്രസൻസിൽ. അപ്പോൾ നമുക്ക് എന്തായിരുന്നു കിട്ടുന്നത്? വാട്ട് ഇസ് ദ ഫോർമുല ഓഫ് മീഥേൻ? CH4 അല്ലേ? CH4 ആണ് മീഥേൻ്റെ ഫോർമുല. സോ മീഥേൻ CH4 ക്ലോറിനുമായിട്ട് Cl2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ CH4 plus Cl2 in the presence of sunlight. Don't forget to write this, okay? കാരണം സൺലൈറ്റിൻ്റെ പ്രസൻസിൽ റിയാക്ഷൻ ഫേവർ ചെയ്യത്തുള്ളൂ. സോ what is the product you get here? നോക്കിക്കേ, മീഥേനിലെ ഒരു ഹൈഡ്രജൻ. How many hydrogen atoms again? Total 4. So one of the hydrogen is replaced by one chlorine atom. Okay. മീഥേനിലെ ഒരു ഹൈഡ്രജനെ ഒരു ക്ലോറിൻ ആറ്റം വന്ന് റീപ്ലേസ് ചെയ്യും. അപ്പം മീഥേനിലെ ഒരു ഹൈഡ്രജൻ പോയി കഴിയുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? മീഥൈൽ, CH3, മീഥൈൽ. സോ ഒരു ഹൈഡ്രജൻ പോയി, അതിന് പകരം ക്ലോറിൻ മോളിക്യൂൾ ആണ് എടുത്തത്. അപ്പോൾ ക്ലോറിൻ മോളിക്യൂളിലെ ഒരു ക്ലോറിൻ വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് പോയ ഒരു ഹൈഡ്രജനും ബാക്കിയുള്ള ഈ ക്ലോറിനും കൂടി കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറും? HCl ആയിട്ട് മാറും. സോ ദ പ്രോഡക്റ്റ് യു ഗെറ്റ് ഇസ് CH3Cl പ്ലസ് HCl. CH3Cl എന്ന് വെച്ചാൽ മീഥൈൽ ക്ലോറൈഡ് എന്നും പറയും, ഓർ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ക്ലോറോമീഥേൻ. കാരണം മീഥേനിൽ നിന്ന് നമ്മൾ ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ക്ലോറിനെ വെച്ചത്. അപ്പോൾ എന്താണ്? ക്ലോറോമീഥേൻ. ഓക്കെ, ക്ലോറോമീഥേൻ or methyl chloride, and the other product is HCl. So this is known as substitution reaction. Okay, now name the products formed when ethanol burns in air. ethanol എയറുമായിട്ട്, അതായത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, എയറിൽ ബേൺ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ് കമ്പഷൻ. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പ്രോഡക്റ്റ്സ് ആണ് കിട്ടുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചു, കമ്പഷൻ റിയാക്ഷൻസിനകത്തെല്ലാം ഹൈഡ്രോകാർബൺസ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ദ മെയിൻ പ്രോഡക്റ്റ് വി ഗെറ്റ് ഇസ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഓക്കെ, അപ്പോൾ മെയിൻ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്. നമുക്ക് നോക്കാം. എത്തനോൾ. വാട്ട് ഇസ് ദ ഫോർമുല ഓഫ് എത്തനോൾ? C2H5OH. ഇതെങ്ങനെ എഴുതുന്നതെന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എത്തനോൾ ആണ്. സോ ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് ദ ഫോർമുല ഓഫ് ഈത്തേൻ. ഈത്തേൻ്റെ ഫോർമുല എന്താ? C2H6. പിന്നെ എന്താണ്? ഈത്തേനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോകും. ഒരു ഹൈഡ്രജൻ പോകുമ്പോൾ എന്തായി? C2H5 ആയി. അതിന് പകരം എത്തനോൾ, ആൽക്കഹോൾ ആണ്, ആൽക്കഹോളിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പിനെ കൊണ്ടുവരിക, C2H5OH. അങ്ങനെയാണ് നമുക്ക് ഈ ഫോർമുല കിട്ടുന്നത്. ഓക്കെ,
So ethanol burns in air, that means it reacts with oxygen. Ethanol ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുവാണ്. So the main product you get is carbon dioxide and water. Along with carbon dioxide and water you get energy also. Okay, energy കിട്ടും, heat and light energy ആണ് കിട്ടുന്നത്. Okay, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? റിയാക്ഷൻ ബാലൻസ് ചെയ്യണം. Okay, so 2 carbon atoms here, only 1 carbon atom. അപ്പം എന്താ ചെയ്യേണ്ടത്? ഇവിടെ 2 ഇട്ട് കൊടുക്കാം. And hydrogen 5 plus 1 is 6. 6 ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 2 ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ഒരു 3 ഇട്ട് കൊടുക്കുക. So 3 2s are 6 ആയി. Now what about oxygen? 1 and 2. So 2 plus 1 is 3. 3 ഉണ്ട് ഇവിടെ. 2 2s are 4. 4 plus 3 അല്ലേ? ഈ 3 എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഓക്സിജനും കോമൺ ആണ്. 4 plus 3 7. 7 വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ ഒരു 3 ഇട്ട് കൊടുക്കാം അല്ലേ? So 3 2s are 6. 6 plus 1 7 ആയി. 2 2s are 4. 4 plus 3 7. Now everything is balanced. Okay. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ എലമെൻറ്റും എടുത്ത് ചെക്ക് ചെയ്തിട്ട് വേണം ബാലൻസ് ചെയ്യാൻ. Okay. So this is a reaction which you get when ethanol combines with oxygen or ethanol burns in air. So main products are carbon dioxide and water, along with you get energy, and energy is in the form of heat and light. Okay. Now moving on to the next question. Why are covalent compounds generally poor conductors of electricity? Why are they poor conductors of electricity? Because they do not have ions. അല്ലേ? കോവാലന്റ് കോമ്പൗണ്ട്സിനകത്ത് അയോൺസ് ഉണ്ടോ? ഫ്രീ അയോൺസ് ഇല്ല. ഇലക്ട്രിസിറ്റീനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ ഒരു ക്യാരിയേഴ്സ് വേണം, അതായത് ഫ്രീ അയോൺസ് വേണം. അപ്പോൾ ഫ്രീ അയോൺസ് കോവാലന്റ് കോമ്പൗണ്ട്സിനകത്ത് ഇല്ല. Why is it so? Because covalent compounds are generally formed by the sharing of electrons. Now the next question is, name the gas evolved when ethanoic acid is added to sodium carbonate. Okay, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് റിയാക്ഷൻ എഴുതാം. Ethanoic acid. What is the reaction for ethanoic acid? It is CH3COOH. Eth എന്ന് പറയുമ്പോൾ തന്നെ how many carbon atoms should be there? 2. The 2 carbon atoms ഉണ്ട്. So CH3COOH is the formula. It is also known as acetic acid. Common name is acetic acid. So ethanoic acid reacts with sodium carbonate Na2CO3. Na2CO3 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഗ്യാസ് ആണ് കിട്ടുന്നതെന്നാണ് റിയാക്ഷനിൽ ചോദിച്ചേക്കുന്നത് അല്ലെ, ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ എത്തനോയിക് ആസിഡും സോഡിയം കാർബണേറ്റും. സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബേസിക് സോൾട്ട് ആണ്. സോഡിയം കാർബണേറ്റ് ഇസ് എ ബേസിക് സോൾട്ട്. സോ ജനറലി ദ പ്രോഡക്ട്സ് വിൽ ബി, ഒരു സോൾട്ട് നമുക്കിവിടെ കിട്ടും, ദെൻ യു വിൽ ഗെറ്റ് വാട്ടർ. ഓക്കെ, ന്യൂട്രലൈസേഷൻ്റെ ഒരു ഫോമാണ്, അതായത് ആസിഡ് ഇതൊരു ബേസിക് സോൾട്ടുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. സോ യു ഗെറ്റ് another salt along with water. So the salt you get will be sodium acetate. Okay, sodium acetate ആണ്. CH3COONA plus water H2. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇതിൻ്റെ കൂടെ നമുക്ക് ഒരാളും കൂടി കിട്ടും, കാരണം സോഡിയം കാർബണേറ്റ് ആണ്. അത് മറന്നു പോയത്, സോഡിയം കാർബണേറ്റ് ആണ്. അപ്പം ആസിഡ്സ് കാർബണേറ്റ്സുമായിട്ട് റിയാക്ട് ചെയ്യും, കാർബണേറ്റ്സും ബൈകാർബണേറ്റ്സുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? സോൾട്ട്, വാട്ടർ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ ആസിഡ്സ് കാർബണേറ്റ്സോ ബൈകാർബണേറ്റ്സോ, നമ്മൾ ആസിഡ്സ് ബേസസ് ആൻഡ് സോൾട്ട്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് പഠിച്ചു. ആസിഡ്സ് കാർബണേറ്റ്സോ ബൈകാർബണേറ്റ്സോ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ വാട്ട് യു ഗെറ്റ്? സോൾട്ട്, വാട്ടർ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. അല്ലാതെ നമുക്ക് നോക്കാം, സിൻസ് ദിസ് ഇസ് ആൻ ആസിഡ്, ദ സോൾട്ട് ഇസ് ബേസിക് ഇൻ നേച്ചർ, സോ യു വിൽ ഗെറ്റ് സോൾട്ട് ആൻഡ് വാട്ടർ. കാർബണേറ്റ് ആയതുകൊണ്ട് കാർബൺ ഡയോക്സൈഡ് കിട്ടും. ഓക്കെ, ഇപ്പോൾ ബൈകാർബണേറ്റ് ആയിരുന്നെങ്കിലും നമുക്ക് കാർബൺ ഡയോക്സൈഡ് കിട്ടിയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏതാണ് ഗ്യാസ് ഇവോൾഡ് അല്ലേ? ഗ്യാസ് ഇവോൾഡ് ഏതാണ്? അപ്പം കാർബൺ ഡയോക്സൈഡ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യനുള്ള ആൻസർ കിട്ടി. ഇനി നമുക്ക് റിയാക്ഷൻ വേണമെങ്കിൽ ബാലൻസ് ചെയ്യാം. CH3 COO then Na. ഇവിടെ ഒരു സോഡിയമേ ഉള്ളൂ, ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. സോ 2CH3COO Na ഇട്ട് കൊടുക്കുക. ഓക്കെ, ദാറ്റ് ടൈം
ഇവിടെയും എന്തായി 2CH3 COOH ആയി. ഇനി ഹൈഡ്രജൻ ബാലൻസ്ഡ് ആണോ നോക്കുക. 2 ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ. വാട്ട് അബൌട്ട് ഓക്സിജൻ? യെസ് 1 and 3 അല്ലേ? 3 oxygen. Then everything else is balanced അല്ലേ? ബാക്കിയെല്ലാം നമുക്ക് ബാലൻസ്ഡ് ആണ്. ഓക്കെ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. ഓക്കെ, ഏത് ഗ്യാസ് ആണ് എന്താണ് അസിറ്റിക് ആസിഡും സോഡിയം കാർബണേറ്റും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതെന്നാണ് ചോദിച്ചത്. സോ ദാറ്റ് ഇസ് കാർബൺ ഡൈ ഓക്സൈഡ്. Now moving on to the next question, name the following compounds. Okay, രണ്ട് കോമ്പൗണ്ട്സിനെ നമ്മൾ നെയിം ചെയ്യാം. That is very important. It will be asked as one more question generally. Okay. അപ്പോൾ ഒരു കോമ്പൗണ്ട് നമുക്ക് തന്നാൽ, ഒരു ഓർഗാനിക് കോമ്പൗണ്ട് തന്നാൽ നമ്മൾ എങ്ങനെയാണ് നെയിം ചെയ്യുന്നത്? നമ്മൾ നോമൻക്ലേച്ചറൊക്കെ ഓൾറെഡി പഠിച്ചതായിരുന്നു. So what is the first step? You have to identify the parent chain. അല്ലേ? Parent chain identify ചെയ്യണം. Okay, parent chain identify ചെയ്യുമ്പോൾ 1, 2 and 3. How many carbon atoms? 3 carbon atoms. So the prefix will be prop. അല്ലേ? നമ്മൾ parent chain എന്ന് പറഞ്ഞാൽ ലോങ്സ്റ്റ് ചെയിൻ ആണ്. ഇവിടെ ഇപ്പോൾ ലോങ്സ്റ്റ് ചെയിൻ ഇതല്ലേ? ഓക്കെ, അത് ഐഡൻറ്റിഫൈ ചെയ്യുക. Then you have to count the number of carbon atoms. So 3 carbon atoms are there. The prefix is prop. ഇനി എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? C+O. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ കീറ്റോൺ. അപ്പോൾ പ്രൊപ്പിൻ്റെ കീറ്റോൺ ആണ് അല്ലേ? അപ്പം എങ്ങനെ എഴുതും? പ്രൊപ്പനോൺ അല്ലേ? അത് നമ്മൾ എങ്ങനെയായിരുന്നു പഠിച്ചത്? നമ്മൾ ഇതിൻ്റെ ആൽക്കെയിൻ എഴുതുക അല്ലേ? ആൽക്കെയിൻ എന്താണ്? പ്രൊപ്പെയിൻ അല്ലേ? പ്രൊപ്പിൻ്റെ ആൽക്കെയിൻ എന്താണ്? പ്രൊപ്പെയിൻ. അതിനകത്ത് നമ്മൾ എന്താ ചെയ്തത്? AN വരെ നിർത്തിയിട്ട് നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്യും അല്ലേ? ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് കീറ്റോൺ ആണെങ്കിൽ സഫിക്സിൽ എന്തെഴുതും? ON. ONE. Do you all remember? What we did is we have to identify the alkane, then cancel out E, and you have to identify the functional group. Functional group ആണെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് എന്താണ് അതിൻ്റെ സഫിക്സ്, അതിൻ്റെ കറസ്പോണ്ടിങ് സഫിക്സ് നമ്മൾ അവിടെ പ്ലേസ് ചെയ്യണം. അപ്പോൾ ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് അവിടെ എന്തെഴുതും? ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബിക്കം പ്രൊപ്പൻ അല്ലേ? പ്രൊപ്പൻ ആവും. സോ ദി സഫിക്സ് വിൽ ബി ON. ONE. സിൻസ് ഇറ്റ് ഇസ് എ കീറ്റോൺ, ഇറ്റ് ഇസ് ON. ONE. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ കോമ്പൗണ്ട്സിനെ നെയിം ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് പ്രൊപ്പനോൺ. വേറൊരു എക്സാമ്പിൾ കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഫോളോ ദീസ് സ്റ്റെപ്സ് അക്കോർഡിംഗ്ലി. ഈ സ്റ്റെപ്സ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി, നമുക്ക് നെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, now identify the longest chain. This is the longest chain, and how many carbon atoms? 2 carbon atoms. So the prefix will be eth. അല്ലേ? eth ആണ് prefix. And identify the functional group if present. Functional group എന്താണ്? CHO അല്ലേ? CHO is a functional group of aldehyde. ഓക്കെ, അപ്പം ആൽഡിഹൈഡ് ആണ് കോമ്പൗണ്ട് എന്ന് മനസ്സിലായി. അപ്പം എന്താണ്? എത്തിൻ്റെ ആൽഡിഹൈഡ് ആണ്. സോ how will you write? You have to write the name of the corresponding alkane. അപ്പം എത്തിൻ്റെ ആൽക്കെയിൻ എന്താണ്? ഈത്തേൻ. Then cancel out E. cancel out ചെയ്യുമ്പോൾ എന്താവും? എത്തൻ അല്ലേ? എത്തൻ. Then since it is an aldehyde, you have to substitute it with suffix AL. Suffix എന്താണ് ആൽഡിഹൈഡിൻ്റെ? AL. Ketone ആയിരുന്നപ്പോൾ what was the suffix? It is ON. ONE. For aldehyde, it is AL. If it was alcohol, it would be OL. OL. Okay. If it is acid, it will become oic acid. OIC acid. Okay. So that's all with the naming of organic compounds. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് കോമ്പൗണ്ട് എന്നാലും നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നെയിം ചെയ്യാം. ഓക്കെ, now one more question to discuss. What happens when a small piece of sodium is dropped into ethanol? എത്തനോളിലേക്ക് നമ്മളൊരു ചെറിയൊരു സോഡിയം മെറ്റൽ ഡ്രോപ്പ് ചെയ്യുവാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, what will happen?
യു വിൽ ഗെറ്റ് എ ഹൈഡ്രജൻ ഗ്യാസ് ദർ അല്ലേ. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു ഗ്യാസ് ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നതായിട്ട് അറിയാൻ പറ്റും. ഹൈഡ്രജൻ കളർലെസ് ഓർഡർലെസ് ഗ്യാസ് ആണ്, കളറും ഇല്ല ഓർഡറും ഇല്ല. നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന, ഒരു ഗ്ലോയിങ് സ്പ്ലിൻ്റ് എടുത്ത് മുകളിൽ കാണിച്ചാൽ മതി, അപ്പോൾ ഒരു പോപ്പ് സൗണ്ട് കേൾക്കാൻ പറ്റും. ഓക്കെ, അതിൻ്റെ അർത്ഥം ഹൈഡ്രജൻ ഗ്യാസ് അവിടെ ഇവോൾവ് ആയെന്നാണ്. നമുക്കത് റിയാക്ഷൻ എഴുതി നോക്കാം. ഓക്കെ, എത്തനോളും സോഡിയവും കൂടിയാണ്. എത്തനോളിൻ്റെ ഫോർമുല എന്താണ്? C2H5OH reacts with sodium. So what will you get? You get sodium ethioate, C2H5ONa plus hydrogen. Then balance the reaction, C2H5, okay, 2 hydrogen, here only 1 hydrogen. So ഇവിടെ 2 ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ 2 ഇട്ട് കൊടുക്കുമ്പോൾ 2 C2H5 ആയി, 2 ഓക്സിജൻ ആയി. സോ ഇവിടെയും നമ്മൾ 2 ഇട്ട് കൊടുക്കണം. ഇവിടെ 2 ഇട്ട് കൊടുക്കുമ്പോൾ 2 സോഡിയം ആയി. So here also 2Na. Okay, thus the reaction is balanced. 2 C2H5OH plus 2Na becomes 2 C2H5ONa, sodium ethioate plus hydrogen gas. So എന്താണ് സംഭവിക്കുന്നത്? സോഡിയം മെറ്റൽ എത്തനോളിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്? ഹൈഡ്രജൻ ഗ്യാസസ് ഇവോൾവ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇമ്മീഡിയറ്റ്ലി റൈറ്റ് ദ റിയാക്ഷൻ ആൻഡ് സി. റിയാക്ഷൻ എഴുതി നോക്കുക, അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, so that's all for today's class. Thank you.